നമ്മുടെ ചാവക്കാട് വട്ടേക്കാട് നേർച്ചയില് കണ്ടൊരു സംഭവം. അവിടുത്തെ പള്ളിക്കല് ചന്ദനക്കുട നേർച്ചയോടെ ബന്ധിച്ചിട്ട് ഹിന്ദു സഹോദരങ്ങളുടെ ഒരു വിളക്ക് എത്തിക്കൽ ആചാരം. എന്താണ് ഇതിന്റെ ബാക്കിലുള്ള കഥ എന്നുള്ളത് അള്ളാഹു ബാക്കിലുള്ള കഥയല്ല, മുന്നിലുള്ള കഥയും ആർക്കും അറിയില്ല. പിന്നെ ഈ സഹോദരിമാർക്കൊക്കെ അവിടെ പോകാം. അവർ സാധാരണ അവരുടെ ഉത്സവങ്ങൾക്കൊക്കെ ആഘോഷിക്കുന്ന ആ തരത്തിലുള്ള ഉത്സവമാണല്ലോ, അതിൽ പോകാം. അതിനെന്താ അത്ര തെറ്റ്? തെറ്റൊന്നുമല്ല. തെറ്റാണോ? ബാക്കി പറയൂ. ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാലങ്ങളായിട്ട് അവിടെ ഉള്ള ഒരാളുടെ അച്ഛൻ്റെ കാലത്തുള്ള പരിപാടിയാണ്. അതവിടെ ആ പള്ളിക്കൽ അപ്പാത്തായി കിടക്കുന്ന മഹാൻ എന്നൊന്നും പറയണ്ട, അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ പറയൂ. എന്തോ സങ്കടങ്ങളൊക്കെ പറഞ്ഞപ്പോ ആള് പറഞ്ഞാണ് ഇവിടെ ആളെ ആണ്ടിന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ആണ്ടിനെ ഇവിടെ എന്താക്കണം, എണ്ണ ഇട്ട് തിരി കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് സംഗതികൾ അവിടുന്ന് നമുക്ക് കിട്ടിയ അറിവ്. എന്തോ അല്ലാന്ന് അറിയില്ല, അത്രേ ഉള്ളൂ. എന്തോ അള്ളാഹു ആയാലും അള്ളാഹ്ക്ക് അറിയും, എല്ലാം അറിയും. ഇനി ഞമ്മക്കറിയണൊരു കാര്യം പറയാം. എന്ത് തന്നെ ആയാലും ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. പറഞ്ഞോളൂ. ഇത് സംഗതി കണ്ടപ്പോ ഒരു പ്രത്യേകത തോന്നി. ഇതിൽ പ്രത്യേകത തോന്നേണ്ട ആവശ്യമില്ല സഹോദര. ഇത് പ്രത്യേകിച്ച് ഈ ഖുർആന് സുന്നത്ത് ഇതൊന്നും പഠിക്കാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ പ്രത്യേകതയൊന്നും തോന്നണ്ട. നിങ്ങൾ ഇങ്ങോട്ട് മണ്ണാർക്കാട്ടിക്ക് വരും, എത്ര ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി പറയും, എന്നിട്ട് വേറെ സാധനം കാണിക്കാണ്ട്. എണ്ണ കത്തിക്കണം അവിടെ താത്താരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പള്ളികൾക്ക് പോകാനേ പ്രശ്നമുള്ളൂ. ഇവിടെ ഒരു കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിലാ പ്രശ്നം. നിങ്ങൾ വിധേയാവുള്ളൂ വന്നിട്ടില്ലെങ്കിൽ. പള്ളികൾക്ക് പോയാലോ അപ്പോൾ പിന്നെയും വിധേയാവും. ഇവിടേക്ക് വന്നിട്ടില്ലെങ്കിലും വിധേയാവും, പള്ളികൾക്ക് പോയാലും വിധേയാവും. അപ്പോൾ വിധേയം ആദരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ഖുർആൻ സുന്നത്ത് അനുസരിച്ചോളി. അതല്ല താത്താരുണ്ടോ? താത്താര് എന്താണ് ഇതിന്റെ ഐതിഹ്യം, എന്താണ് ചരിത്രം, എന്താണെന്ന് നമുക്ക് അറിയില്ല. അവരോട് ചോദിച്ചപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ കമന്റ് ചെയ്യാം. ഞാൻ ഇവിടുന്ന് വോയിസ് കമന്റ് ചെയ്യാം. ഒരു ഐതിഹ്യമല്ല, ഒരു ക്നാപ്പും ഇല്ല. എന്താണ് ഖുറാഫികൾക്ക് എന്തുമാവാം? പറയൂ. അത് നമുക്ക് അറിയാൻ പറ്റും എന്താ സംഗതി എന്നുള്ളത്. എന്തായാലും നല്ലൊരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. നേർച്ചകളും സംഭാവനകളുമായി എത്തിച്ചേരുകയാണ്. സഹോദരൻ സംസാരം നിർത്തിയിട്ടുണ്ടോ? ആ സംഭാവനകളുമായി എത്തിച്ചേരുകയല്ലേ, അതാണ് ഇതിൻ്റെ അടിസ്ഥാനം, അസല്. ഇനി നമുക്ക് വേറൊരു സാധനം കാണാണ്ട്. ഈ സഹോദരിമാരെ പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വല്ല വിഷമോ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടോക്കാണ് നിങ്ങൾ. പോയോക്ക. അത് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ എന്താണോ അപ്പം തോന്നുന്നത് അതന്നെ അപ്പത്തെ ചടങ്ങ്, അതന്നെ അവിടുത്തെ ചടങ്ങ്. കയറിക്കോ, വേഗം കയറിക്കോ. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് പറശ്ശിനിയൊക്കെ പോലെ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പള്ളിയെ മൂന്നുപെറ്റുമ്മ പള്ളി എന്ന് കൂടെ പറയപ്പെടുന്നുണ്ട്. അപ്പം എന്താ സംഭവം എന്നറിയോ? നമ്മൾ നേരത്തെ വേറൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ച ആ കാട്ടിലപ്പള്ളി ജാറം തന്നെയാണിത്. മൂന്ന് പെറ്റുമ്മ മൂപ്പത്തിയായിരുന്നു പെറാണ്ടിരുന്നു വെച്ചെങ്കിൽ എന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നോ? എന്തായാലും പറയും ചേച്ചിയെ. അതുപോലെ തന്നെ ഇവിടെ നേർച്ചയായിട്ട് ചന്ദനത്തിരി, വെള്ളത്തുണി, കുട്ടിക്കുപ്പായം ഇവയൊക്കെ നൽകാറുണ്ടത്രേ. അതിൻ്റെ അപ്പുറത്ത് കൂടി പോയി കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാവും. ആനമയക്കി, പിന്നെ വേറെന്തൊക്കെ മണവാട്ടി, പിന്നെ അപ്പം വാറ്റിയ ചൂടുള്ള സാധനം, അതൊന്നും അല്ലാത്ത ബിവറേജ് സ്പെഷ്യൽ സാധനം ഒക്കെ 400 കിട്ടും. അവിടെ ഈ കുട്ടിക്കുപ്പായം പിന്നെ കണ്ടം വെച്ച കൂട്ടമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ചേച്ചി പറഞ്ഞാണീ കേൾക്കട്ടെ. ഇവിടെയും വലതും ഇടതുമായിട്ട് ഒരുപാട് ചന്തകളുണ്ട് കേട്ടോ. അടുത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ അതുപോലെ വലതുവശത്തായിട്ട് അവിടെ കുടിക്കാൻ വേണ്ടിയിട്ട് അവര് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. യാതൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമോ, അതിനെങ്ങനെ എന്താ അങ്ങനെ. ഒരു കുഴപ്പമില്ല, പള്ളിക്ക് മാത്രമേ കയറാൻ പറ്റാത്തുള്ളൂ. ഓല ഇതുപോലെയുള്ള എവിടേക്കും കയറാം.
അവിടേക്ക് നിങ്ങൾ പ്രത്യേകം അവിടെ അനുമതിയൊന്നും വേണ്ട, പാസ്സൊന്നും വേണ്ട, അങ്ങോട്ട് ചാടി കയറി പോയിക്കോളി, വണ്ടിയിട്ട് കയറിക്കോളി. വണ്ടി ഞാൻ പറഞ്ഞിട്ടില്ലേ, വണ്ടിയിട്ട് വരിക, അലമാരണ്ട് തുറക്കുക, ഉണ്ടേ പഴംപൊരിയോ എന്ത് വെള്ളം തിന്നുക, അതുപോലെ തന്നെ അബ്ബാസാക്കാരുടെ ചായപ്പീടിയെ പോലെ തന്നെയാണ്. നോക്കിയോ കാണി. ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് കയറുന്നത് കണ്ടപ്പോഴാണ് പിന്നെ ഞങ്ങളും അങ്ങോട്ട് കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂമിനകത്ത് കാണുന്നതാണ് പ്രധാനമായിട്ടുള്ള ഖബർസ്ഥാനം. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് തൊഴുതു. കാരണം എല്ലാവരും ഒന്ന് തൊഴുതില്ലേ, അത് ഖബർസ്ഥാനമല്ല, ജാറം. അതാണ് ജാറം, മനസ്സിലായോ? ജാറം. നിങ്ങൾ ഇവിടേക്ക് മണ്ടി കയറുന്ന പോലെ പള്ളിക്കൽക്ക് മണ്ടി കയറരുത്. പള്ളികൾക്ക് മണ്ടി കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പർദ്ദട്ടിട്ട് പള്ളികൾക്ക് പോകരുത്. ചേച്ചിയെ മുട്ടുകാല് തല്ലിയൊടിക്കൂലേ. കാരണം എന്താ അറിയോ, അതാ ഹറാമാത്രേ. ഇത് ഹലാലല്ല, അന്യപരുത്. 10 കൊല്ലം കഴിഞ്ഞാൽ ഇത് ഫർലാക്കും. കാര്യം ബാങ്ക് ബാലൻസ് കൂടണല്ലോ, പെട്ടി നിറയണ്ടേ. പറയ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകം തന്നെ ഒരു ഭാഗമുണ്ട്. ഒരു കർട്ടൻ കഴിഞ്ഞിട്ട് അതിന് അപ്പുറത്തെ സൈഡിലായിട്ടാണ് സ്ത്രീകളത് വരുന്നത്, ഇവിടെ പുരുഷന്മാർക്കുമായിട്ടാണ്. അപ്പം ഞാൻ ആ ഒരു വശത്തേക്ക് പോയിട്ട് തൊഴുതു. അവിടെയും പോണതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് പോകാൻ പള്ളിക്ക്, അള്ളാൻ്റെ പള്ളിക്ക് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു നോക്കോ ചേച്ചിയെ, അറിയാനായിട്ട് ചോദിക്കുകയാണ്. പള്ളിക്ക് ഇത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, വഖഫ് ചെയ്ത അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഉളു ചെയ്യാനും പ്രത്യേകമായിട്ട് കയറിപ്പോകാനും വഴിയിട്ടിക്കണോ? അല്ല, ചോദിച്ചു നോക്കണ്ടേ? നിങ്ങൾ ചോദിച്ചു നോക്കുന്നുണ്ടോ? ഏതെങ്കിലും അവിടെ നിൽക്കണ ആ മൊയന്ത് കാക്കാരോടൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ടോ? ഒരു പറയും ഹറാമാണ് എന്ന് പറയും. അപ്പം ഇത് ഭയങ്കര ബഹുത്ത് ഹലാൽ ഹേ പറയും. അവിടെയും നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെയാണ്, വാതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നേർച്ച ഭണ്ഡാരം ഉണ്ട്. പിന്നെ അവിടെ നേർച്ച നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കുപ്പായം, വെള്ളത്തുണി, പിന്നെ അതുപോലെ ചന്ദനത്തിരിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ചന്ദനത്തിരിയുടെ സ്ഥാനം ഇവിടെയല്ല. ആ ചന്ദനത്തിരി, കുട്ടിക്കുപ്പായം, കുട്ടിക്കൂറ, സന്തൂർ സോപ്പ്, പിന്നെ വേറെന്താ വേഗം പറയും. അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന്റെ സ്ഥാനം പുറത്താണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. ഖബറിന്റെ അവിടെ പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഖബറടക്കം കഴിയുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അല്ല ചേച്ചി, നിങ്ങൾ ആരോടാ ഇപ്പോൾ പ്രാർത്ഥിച്ചത്? ആ ഖബറിലുള്ള മയ്യത്തിനോടാ? അവിടെ മയ്യത്തൊന്നുമില്ല, അതൊക്കെ മണ്ണായി പോയിക്കണോ. 3 പെറ്റുമ്മ അത്രേ. ഇവിടെ 5-6 എണ്ണം 10-11 എണ്ണം പെറ്റിട്ട് ഒന്നും ആരും എവിടെയും കൊണ്ടുപോയിട്ട് ജാറം പൊക്കിയിട്ടില്ല. ഇതൊരു 3 എണ്ണം പെറ്റപ്പോൾ തന്നെ ജാറാക്കിക്കണ്. അത് ചോദിക്കണ്ടേ നിങ്ങൾ? പറയും. എന്തായാലും നിങ്ങളെ വ്ളോഗ് കാണാൻ രസമുണ്ട്. വരുന്ന വഴിയിൽ കുറേ ആൾക്കാർ ഇതുപോലെ ചന്ദനത്തിരി വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ നമ്മൾ ഏകദേശം അതിന്റെ അടുത്തെത്തിയ സമയത്ത് ചന്ദനത്തിരി വാങ്ങി അവിടേക്ക് കയറിയിട്ടൊന്ന് തൊഴാന്ന് വിചാരിച്ചു. അതെന്താ ചന്ദനത്തിരി കൂട്ടിയിട്ട് കത്തിക്കുക? അതാ സ്പെഷ്യൽ ജാറം. രാത്രി ആകുമ്പോഴേക്ക് ഇതാ പള്ളിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള ലൈറ്റിന്റെ ഒക്കെ ഭംഗി ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടേ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളിത് അങ്ങ് നടക്കുകയാണ്. ജനുവരി 23 വെള്ളിയാഴ്ചയാണ് ഇവിടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ പ്രധാന ചടങ്ങും കാര്യങ്ങളൊക്കെ ഇന്നാണ് അവസാനിക്കുന്നത് അത്രേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ വലിയൊരു ഏരിയ തന്നെ എല്ലാവർക്കും ചില്ല് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില്ല് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ആനമയിൽ ഒട്ടകം ഒക്കെ ഉണ്ട് അവിടെ. യന്ത്ര ഊഞ്ഞാല്, കറങ്ങണ കസാല, അതിൻ്റെ അപ്പുറമൊക്കെ ആയിട്ട് ബാക്കിൽ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ ആദ്യം മുച്ചിട്ട് നാടകത്ത്, പിന്നെ ഉള്ളേവിളി അറിയില്ലേ, അകത്ത് പുറത്ത് ആയിരങ്ങൾ പോണ കളി, അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ എണ്ണം വീലായിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും കിടക്കുന്നുണ്ടാവും. അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഞാൻ വീണ്ടും പറയുന്നില്ല. അല്ലോ, അമ്മാരും മാരകമായ സാധനങ്ങളാണ്. പറയും ചേച്ചിയെ, കുറച്ചും കൂടി ഉള്ളൂ. ഇത്രയും വലിയൊരു സ്പേസിനെ ഓരോ ഭാഗമായിട്ട് മാക്സിമം ഈ ഒരു ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും അങ്ങോട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് ഓരോ ഭാഗത്തും ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനും അതുപോലെ ഇതുപോലെയുള്ള റൈഡ്സിലും കാര്യങ്ങളൊക്കെ കയറിയിട്ട് എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ എൻജോയ് ചെയ്യാനും ശരിക്കും ഒരു അടിപൊളി ഫെസ്റ്റിവൽ വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തത്. അതാ കറങ്ങണ കസാല ഉണ്ട്, പിന്നെ യന്ത്രത്തിൽ ഘടിപ്പിച്ച ഊഞ്ഞാലുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ലാത്ത സാധനമാണ്. ഇവിടെ കാണുന്നതൊക്കെ ലാസ്റ്റ് നേർച്ച പോയിട്ട് ഫെസ്റ്റിവലായാലും വേണ്ട, ഇൻ്റർവെല്ലായാലും വേണ്ടില്ല,
ഇതിന് ഇസ്ലാമായിട്ടൊരു ബന്ധമല്ല. അവിടെ മരിച്ചു കിടക്കണേനുമില്ല, ആ പരിപാടികൾ നടത്തണേനുമില്ല. പിന്നെ അതിൻ്റെ 400 കുറച്ച് സാധുക്കളും മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അവറ്റകൾ എങ്ങനെ നിങ്ങൾ ഈ കൊല്ലം ഇടങ്ങേറാക്കല്ലേ പൊന്നാരൻ്റെ നേർച്ച കമ്മിറ്റിക്കാരെ, പൂര കമ്മിറ്റിക്കാരെ, ഉത്സവ കമ്മിറ്റിക്കാരെ എന്നാണ് പറയുവാനുള്ളത്. നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഒരു തങ്ങൾ പറഞ്ഞ ആ ഖബറും ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചേച്ചി, താങ്കളുടെ വ്ളോഗ് നല്ല രസകരമായിരുന്നു, എന്നാൽ അവിടെ കാണുന്നത് അത്ര സുഖകരവും രസകരവുമല്ല എന്നുള്ളതാണ് കവിക്ക് പറയുവാനുള്ളത്. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.